എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് വിശേഷങ്ങൾ പറയാമെന്ന് കരുതി. ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പേരക്ക കിട്ടിയായിരുന്നു, കുറേ പഴുത്തതും കുറച്ച് പച്ചി. അന്നേരം പഴുത്ത പേരക്ക ഞാൻ ഓർത്തു വെറുതെ തിന്നുന്നതിലും നല്ലതല്ലേ ജ്യൂസ് അടിക്കുകയാണ്. അങ്ങനെ ഞാൻ വേണ്ട ജ്യൂസ് അടിച്ചു, അത് കുടിക്കാൻ പോവുകയാണ്. ഇപ്പം ചൂടുകാലമൊക്കെ അല്ലേ, അതുകൊണ്ട് കുറച്ച് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് കരുതി. അങ്ങനെ പേരക്ക ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഓർത്തു പെരയുടെ പുറകിട്ട് നമ്മുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കണ്ടമൊക്കെ നെല്ലൊക്കെ പോയി ഇപ്പം ഒരുമാതിരി വരണ്ട് കിടക്കുകയാണ്. എന്നാൽ അവിടെ ഒന്ന് കാണാം, പിന്നെ കുറച്ച് മാങ്ങ ഉണ്ടോ എന്ന് നോക്കണമെന്ന് കരുതി. കാരണം ഇപ്പോൾ കാറ്റൊക്കെ ഉള്ളപ്പോൾ ഞങ്ങളുടെ മാങ്ങയൊക്കെ ചൂട് കാരണം പൊഴിഞ്ഞ് താഴോട്ട് വീഴും. എന്നാൽ അത് നോക്കിയിട്ട് വരാമെന്ന് കരുതി. അപ്പം നമുക്കത് പോയി കാണാം. അങ്ങനെ ഞാൻ വീടിന് വെളിയിൽ ഇറങ്ങിയത് കണ്ടോ, ഞങ്ങളുടെ തോടാണ്. ഈ തോട്ടിലെ വെള്ളത്തിലാണ് ഞങ്ങൾ തുണി അലക്കുകയും പാത്രം കഴുകുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം പോള കയറി വെള്ളമെല്ലാം ഇങ്ങനെ ഒരുമാതിരി അഴുക്കൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും പോള കാരണം ഇച്ചിരി ബുദ്ധിമുട്ടാണ് അലക്കൊക്കെ. അതൊക്കെ തള്ളി നീക്കിയിട്ടാണ് രാവിലെ അലക്കുന്നത്. പിന്നെ വേണ്ട ഞങ്ങളുടെ കണ്ടംപൂച്ച ചൂട് കാരണം വേണ്ട ഒരു മരത്തിൻ്റെ അടിയിൽ, മരമല്ല ചെത്തിയുടെ അടിയിൽ വന്ന് കിടക്കുന്നതാണ് ഈ കാണുന്നത്. ഭയങ്കര മെനയാണ്. ചോറുണ്ടാകുന്ന കറക്റ്റ് ഓടി വരും. പിന്നെ തേണ്ട ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശം. ഇപ്പം നല്ല കാറ്റാണ്. കണ്ടത്തിൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പാടമൊക്കെ തേണ്ട ഒരു ഇങ്ങനെ എന്താ അത് പറയുക, പാടമൊക്കെ കൊയ്ത് തേണ്ട ഈ അവസ്ഥയിലാണ് ഇപ്പം ഞങ്ങളുടെ വീടിന് പുറകിലുള്ള കണ്ടത്തിൻ്റെ അവസ്ഥ. ഇത് കണ്ടമൊന്നും ഞങ്ങളുടെ ഒന്നുമല്ല, ഒത്തിരി പേരുടെ ആൾക്കാരുടെയാണ്. പിന്നെ അതെ ഞങ്ങളുടെ മാങ്ങ കണ്ടോ, മാങ്ങയൊക്കെ ഉണ്ട്. ഈ മാങ്ങയുടെ പേരെനിക്കറിയത്തില്ല. ഇതിങ്ങനെ ചീമ്പി തിന്നുന്ന മാങ്ങയാണെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ മാങ്ങ കാണത്തേ ഉള്ളൂ. ഞാൻ കൂടുതലും മാങ്ങ കഴിക്കുന്നത് ഈ ഉപ്പും മുളകും ഒക്കെ ഇട്ടുള്ള മാങ്ങയാണ് ഞങ്ങൾ കഴിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. കുഞ്ഞിലെയൊക്കെ മാങ്ങ അച്ചാറൊക്കെ ഇട്ടാൽ കൂട്ടുമായിരുന്നു. ഇപ്പം കല്യാണത്തിന് മുമ്പ് മാത്രമേ മാങ്ങ അച്ചാർ കൂട്ടത്തുള്ളൂ. പിന്നെ തേണ്ട ഇതാണ് ഗണപതി നാരങ്ങ. ഇത് ഞങ്ങൾക്ക് ഒരാൾ തന്നതാണ്. കുഴിച്ച് വെച്ചപ്പോൾ ഇപ്പം നാരങ്ങയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ 2-3 പ്രാവശ്യം അച്ചാറൊക്കെ ഇട്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, കയ്പില്ലാത്തതാണ്. ഇത് ഗണപതി നാരങ്ങ എന്നാണ് പറയുന്നത്. പിന്നെ വേണ്ട പോട്ടെ, അയ്യോ എന്നമ്മേ. പിന്നെ അതെ 3-4 മൂട് കപ്പ ഇട്ടിട്ടുണ്ട്. പക്ഷെ കാറ്റ് കാരണം ആ ഒരു കപ്പ ഒടിഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ തേണ്ട ഇതാണ് ഞങ്ങളുടെ മാവ്. മാങ്ങയൊന്നും വിളഞ്ഞൊന്നുമില്ല, ഏകദേശം വിളയാറായി വരുന്നു. പിന്നെ കണ്ടോ, പിന്നെ ഞങ്ങൾക്ക് ശകലം വാഴയൊക്കെ ഉണ്ട്. ഇപ്പം കൈ എത്തും ദൂരത്ത് നമുക്ക് മാങ്ങയൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളങ്ങനെ മാങ്ങ എപ്പോഴും പറിക്കാറൊന്നുമില്ല, കാരണം വീടിന് ഉള്ളതുകൊണ്ടായിരിക്കും. ഇവിടെ പടിഞ്ഞാറുള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ വീട്ടിലും മാവ് കാണും. അങ്ങനെ ഞാൻ ഈ മാങ്ങ തിന്നത്തില്ല, അതാണ്ടാണ്. പക്ഷേ ഇല്ലേ ഇത് മറ്റേ ഇതാ എനിക്കിങ്ങനെ നമ്മുടെ പല്ലിയിലൊക്കെ കയറും. എവിടം വരെ പോകും? എന്നാൽ അവിടെ നിന്ന് ഡാൻസ് കളിക്കോ? അങ്ങോട്ട് പോയിട്ട് വാ. അവിടെ നിന്ന് താന്ന് പോവല്ലേ, അവിടെ അല്ല. പോയിട്ട് വാ. സുനീഷിൻ്റെ ഒന്ന് ഫ്രിഡ്ജിലുണ്ടെന്ന് പറഞ്ഞേക്കാം. ഇങ്ങി പോര്, ഉള്ള വഴി കൂടി ഇങ്ങി പോര്. നീ പോര് കുഞ്ഞേ, മതി. ഞാൻ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ, താന്ന് പോയാൽ ആരും പൊക്കിയെടുക്കാനില്ല. പിന്നെ വടിയെടുത്ത് ഇപ്പം വരും പൊങ്ങി. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ മോളെ തേണ്ട കണ്ടത്തിൽ നിൽക്കുകയാണ്, അവളെ ഒന്ന് വിളിക്കാൻ പോവുകയാണ്. ഇനിയും വിളിച്ചില്ലെങ്കിൽ ആ കണ്ടത്തിൽ നിന്ന് കയറി വരാൻ ഇച്ചിരി പാടുപെടും. അതുകൊണ്ട് ഇനി വീഡിയോ പിടിച്ച് നിന്നാൽ ഞങ്ങളുടെ സമയം പോകും. അതുകൊണ്ട് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.